നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ മത്സരിക്കുകയാണ്. അപ്പോൾ ആ പി.വി. അൻവറിന് എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുകയാണ് സംസ്ഥാനത്തെ ആം ആദ്മി നേതൃത്വം. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്? അല്ല, പിന്തുണ നൽകുക എന്ന തീരുമാനം എടുത്തിട്ടില്ല. സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനം നാഷണൽ കമ്മിറ്റി അറിയിച്ചു. അൻവർ പിന്തുണ ആവശ്യപ്പെട്ട് കത്ത് തന്നു. 29-ാം തീയതി അൻവർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അത്തരമൊരു പിന്തുണ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. നാഷണൽ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രഭാരി ഷെല്ലി ഒബ്രോയാണ്, ഡൽഹി മുൻ ചെയർപേഴ്സൺ ആയിരുന്നു അവിടുത്തെ. അപ്പോൾ അതിൻ്റെ തീരുമാനം 2 ദിവസത്തിനകത്ത് വരും. അപ്പോൾ പിന്തുണയ്ക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നാഷണൽ കമ്മിറ്റിയുടെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കും. രാഷ്ട്രീയപരമായി അൻവറിനെ പിന്തുണയ്ക്കണമെന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഈ അൻവർ എന്താ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല, ഒരു പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ആരാണ് ആഗ്രഹിക്കാത്തത്? മാത്രമല്ല, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയെ സഹായിച്ച ചരിത്രം തൃണമൂലിനുണ്ട്. മെഹബൂബ മൊയ്ത്രയൊക്കെ അടക്കം വന്നാണ് അവിടെ പ്രചരണം നടത്തിയത്. ഇവിടെ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ വിഷയം അത് ഒരു പക്ഷേ ആരും ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഉണ്ടായത്? സതീശൻ പറയുന്നൊരു ഞങ്ങളുടെ ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത് ചുമ്മാ അവിടെ പോയി മത്സരിക്കുകയല്ലോ. അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായതിൻ്റെ കാരണം എന്താണ്? അൻവർ ഉന്നയിച്ച ചില രാഷ്ട്രീയ വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് പോലീസിൻ്റെ കൂട്ടുകൃഷി, കള്ളക്കടത്ത് നടത്തും. നമ്മൾ കണ്ടതല്ലേ, ഒരു SP ഒക്കെ പിടിച്ച് കാല് പറയാം. അതിൻ്റെ ധാർമ്മികത മറ്റൊരു വിഷയം, ആ ഫോൺ ചോർത്തിയതിനെ പറ്റിയൊക്കെ മറ്റൊരു വിഷയം. പക്ഷേ ഒരു SP തരത്തിലുള്ളവരൊക്കെ ഒരു MLA പറയുന്നതും കാല് പിടിക്കും നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ധാർഷ്ട്യ മനോഭാവത്തിൽ ഒരു പിണറായി എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക ധാർഷ്ട്യമുണ്ട്, ഒരു അല്ലേ, ജന്മന കിട്ടിയതാണ്. അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളൊരു കൂട്ടുകൃഷിയാണ്. കാരണം അൻവറിനെ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. അൻവർ ഇവരുടെ പിന്തുണ കിട്ടുമെന്ന ഉറപ്പിലല്ലേ അവിടെ നിന്ന് ഇറങ്ങി വന്നേ. അപ്പോൾ അയാളെ ചേർത്ത് നിർത്തേണ്ട ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയും കോൺഗ്രസിനുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സതീഷിന് അതിന് മുൻകൈ എടുക്കാത്തതിൻ്റെ കാരണം ഈ അൻവർ മുന്നണിയിൽ വന്നു കഴിഞ്ഞാൽ സീറ്റുകൾ ആവശ്യപ്പെടും, ചില ആൾക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അൻവറിനെ പൊളിറ്റിക്കലി സഹായിക്കേണ്ട ബാധ്യത UDF-നുണ്ടായിരുന്നു. വഴിയാധാരമാക്കേണ്ട ഒരു പ്രശ്നമൊന്നും അൻവർ ചെയ്തിട്ടില്ല. അദ്ദേഹം ചില വിഷയങ്ങൾ, നമുക്കറിയാം, കർഷകരുടെ വിഷയം, വന്യജീവി പ്രശ്നം, ഇത്തരം രാഷ്ട്രീയങ്ങളൊക്കെ അൻവർ ചർച്ച ചെയ്തു. അത് ഈ ഇലക്ഷനിൽ ചർച്ചയാവുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, ഒരു 3-ാം മുന്നണി സംവിധാനം കേരളത്തിന് ആവശ്യമാണ്. BJPയെ മാറ്റി നിർത്തുന്ന ഒരു സാധ്യത ഇവിടെയുണ്ട്. ആ സാധ്യതയ്ക്ക് ആം ആദ്മി പാർട്ടി അതിനുള്ള സാധ്യത നോക്കും. ഈ അൻവർ ഈ വിഷയങ്ങൾ ഉന്നയിച്ചു, ഇപ്പോൾ ഈ കൃഷിക്കാരുടെ വിഷയമായാലും മലയോര മേഖലയിലെ വിഷയമായാലും 9 വർഷം അവിടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് പലപ്പോഴും ഇപ്പോൾ ആളുകൾ വിമർശിക്കുന്നതാണ് അൻവർ വരുത്തി വെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അൻവറിന് വീണ്ടും ഇതുപോലൊരു ദേശീയ പാർട്ടി പിന്തുണ കൊടുക്കുന്നതിനോട് അല്ലല്ല, അവിടെ ഒരു നമ്മുടെ രാഷ്ട്രീയം പോസിബിലിറ്റിയുടെ കൂടിയാണ് സാധ്യത. രാഷ്ട്രീയം എപ്പോഴും നിലപാടുകൾ, നമുക്ക് രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു തൊട്ടുകൂടായൊന്നുമില്ല. നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് മുന്നണി സംവിധാനം നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും സാഹചര്യവുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ ഇറങ്ങി വന്ന സാഹചര്യം എന്താ? അൻവർ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് എന്താ? ആ ഡിബേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുകയോ അതിനെ അഡ്രസ്സ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നൊരു സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ വന്യജീവി പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രത്തിനൊരു കത്ത് പിണറായി കൊടുത്തിരിക്കുന്നത്. എന്താ കത്ത് കൊടുത്തിരിക്കുന്നത്? നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെക്കാനുള്ള അനുമതി ആര് കൊടുക്കണം? കേന്ദ്രം കൊടുക്കണം. എത്രയോ മനുഷ്യർ ഈ ഇടയ്ക്ക് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ നാടകമൊക്കെയാണ്. പക്ഷേ അൻവർ അതിനേക്കാൾ വലിയ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസിൻ്റെ കൂട്ടുകൃഷി, കള്ളക്കടത്തുകാർ കച്ചവടം ചെയ്യുന്നു, ഗോൾഡ് കടത്തുന്നു, ഇതിനൊക്കെ പിണറായിയുടെ പോലീസും ഒത്തുതീർപ്പാന്ന് പറയുന്ന ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, അൻവറും സതീഷനും കൂടി ഒരു ഡീലുണ്ട്. അൻവറിനെ ഫിനിഷ് ചെയ്യുക, അതോട് ഇവരെ തമ്മിലുള്ള പങ്കുവച്ചവടം എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. അതത്ര ശരിയല്ല. അൻവറും സതീശനും തമ്മിലൊരു പിണറായിയും സതീഷനും തമ്മിലുള്ള ഒരു ഡീലിങ്സ് ഉണ്ട് ഇതിനകത്ത്. പിണറായിയും സതീഷനും തമ്മിലുള്ള ഡീലിങ്സ് ഉണ്ട്. ആ ഡീലിങ്സിന്റെ ഭാഗത്ത് അൻവറിനെ ഫിനിഷ് ചെയ്യാന്നുള്ളൊരു നീക്കുപോക്കിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. അൻവറിനെ പൊളിറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത UDF-നുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് UDF-കാരും കോൺഗ്രസ്സുകാരും ഉണ്ട്. ഞാനൊരു 5 മിനിറ്റ് മുമ്പ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് സത്യത്തിൽ അൻവറിനെ പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് അവർക്കുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം നോക്കാം, വളരെ സങ്കീർണവും നിർണായകവുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ. അവിടെ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്കല്ല, അതുകൂടെ ഞാൻ പറയാം, അൻവർ എന്ന് പറയുന്ന വ്യക്തിക്കല്ല ഈ പിന്തുണ. മറിച്ച് ഒരു 3-ാം മുന്നണി സംവിധാനം വരികയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അത്തരമൊരു സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഇടതും വലതും ഒക്കെ മടുത്തു. BJP വർഗീയത കളിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു 3-ാം മുന്നണി സംവിധാനം ഉണ്ടെങ്കിൽ അതിന് ഈ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുമെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ ആം ആദ്മി തയ്യാറാണ്. അപ്പോൾ എന്തായാലും സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിക്കൊണ്ട് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാകും. അങ്ങനെയാണെങ്കിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്താനുള്ള സാഹചര്യം എന്താ കാണുന്നുണ്ട്? എന്താണ് അൻവറിന് അവിടെ
ആം ആദ്മി പാർട്ടി കാണുന്ന ഒരു സാധ്യത? അല്ല, ഞാൻ അത്തരം സാധ്യതകൾ പ്രവചിക്കുക എന്ന് പറയുന്നത് അതിനോട് യോജിപ്പുള്ള വ്യക്തിപരമായും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അതിന് തയ്യാറല്ല. ആര് ജയിക്കും ആ പ്രവചനത്തിനൊന്നും അർത്ഥമില്ല. കാരണം നമുക്ക് 19-ാം തീയതി റിസൾട്ട് അറിയാം. പക്ഷേ അൻവർ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ചർച്ച ഇപ്പോൾ ഒരുപക്ഷെ അൻവർ UDF ലായിരുന്നെങ്കിൽ ഇത്തരം സങ്കീർണതകളൊന്നുമില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. പിന്നെ നാഷണൽ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് അവിടുന്ന് നേതാക്കന്മാർ വരികയാണെങ്കിൽ ആ രീതിയിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജിയും ആം ആദ്മി നേതാവും കേജ്രിവാളും തമ്മിലൊക്കെ നല്ല സൗഹൃദങ്ങളുണ്ട്. സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം കേജ്രിവാൾ അറസ്റ്റ് ചെയ്ത സമയത്ത് ശക്തമായ രീതിയിൽ പാർലമെന്റിൽ സംസാരിച്ച MP മെഹുവ മൊയ്ത്രയൊക്കെയാണ്. അവരെ അതിന്റെ പുറത്ത് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നാഷണൽ കമ്മിറ്റി പിന്തുണയ്ക്ക് കൺഫർമേഷൻ തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വം അൻവറിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകി. അധികം വൈകാതെ ഒരു അനുകൂല തീരുമാനമുണ്ടാകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടി പറയുന്നത് പോലെ ആണെങ്കിൽ വലിയ രീതിയിൽ ഒരു മത്സരം തന്നെ തീർച്ചയായിട്ടും നിലമ്പൂർ കാണാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.